ഗുഡ് ഈവനിങ് ഓൾ. കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നൈപുണ്യ പരിശീലന സ്ഥാപനമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന വിർച്വൽ റിയാലിറ്റി മേഖലയിലെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ ഞാൻ അസാപ്പിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അസാപ്പ് പ്രവർത്തിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നൊരു മേഖലയിലാണ്. 2012 ഒരു പ്രൊജക്റ്റ് ആയി നിലവിൽ വരികയും 2021 ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സെക്ഷൻ 8 പ്രകാരമുള്ള ഒരു കമ്പനിയായിട്ടാണ് ഇന്ന് അസാപ്പ് പ്രവർത്തിക്കുന്നത്. ഇന്ന് കേരളത്തിൽ തന്നെ 12 ജില്ലകളിലായി 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ അസാപ്പിനുണ്ട്. ഇതിൽ തന്നെയും നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം, അതുപോലെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃശ്ശൂർ ജില്ലയിലുള്ള കുന്നംകുളം, കോട്ടയം ജില്ലയിലുള്ള പാമ്പാടി എന്നിങ്ങനെ 4 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി എന്ന മേഖലയിൽ കോഴ്സുകൾ നൽകുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ്. ഈ 4 സ്കിൽ പാർക്കുകൾ വഴി നമ്മൾ യൂണിറ്റി സർട്ടിഫൈഡ് ആയിട്ടുള്ള VR ഡെവലപ്പർ, ഗെയിം ഡെവലപ്പർ, ആർട്ടിസ്റ്റ്, പ്രോഗ്രാമർ കോഴ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുടനീളം ഓൺലൈനായും ഓഫ്ലൈനായും 19 വ്യത്യസ്ത സ്കിൽ സെക്ടറുകളിലായിട്ട് 150ഓളം കോഴ്സുകൾ അസാപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസാപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അസാപ്പിൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ കോൺടാക്റ്റ് ഇൻഫോയും ചാറ്റ് ബോക്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വെബിനാറിന് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഫ്യൂസറി ഫ്യൂച്ചർ ടെക് ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സഹസ്ഥാപകനും അതുപോലെ തന്നെ ചീഫ് ടെക്നോളജി ഓഫീസറുമായിട്ടുള്ള മിസ്റ്റർ ശ്യാം പ്രദീപ് ആലിൽ സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ 2015 നമ്മളുടെ ഫോമർ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ മുന്നിൽ IIM അഹമ്മദാബാദിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊജക്റ്റായിട്ടുള്ള ഒപ്റ്റിമം സ്പീഡ് ലോക്കിംഗ് എക്യുപ്മെൻറ്റ് എന്ന സ്വന്തം പ്രൊജക്റ്റ് അവതരിപ്പിക്കാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കോളേജ് കാലത്ത് തന്നെ വളരെയധികം ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു സാറ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോളേജ് കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റായിട്ടുള്ള വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ നമ്മുടെ KCB വിയൂർ സബ്സ്റ്റേഷനിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ സേവനം ഇന്ന് ഉണ്ട്. നമ്മളുടെ AR/VR റോബോട്ടിക്സ് മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനികളെല്ലാം അദ്ദേഹത്തിൻ്റെ സേവനം ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ നമ്മളുടെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി ഫീൽഡിൽ. അപ്പോൾ നിങ്ങളെല്ലാവരുടെ അനുഭവത്തോടു കൂടി നമ്മൾ ഇന്നത്തെ വർക്ക്ഷോപ്പിലേക്ക് ശ്യാം സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. So let me share my screen. So screen visible അല്ലേ? Okay. So good evening all. So എൻ്റെ പേര് ശ്യാം പ്രദീപ് ആലിൽ. സോ ഇന്ന് നമ്മൾ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റി, ഈ 2 ടേമാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 ടേംസും കുറിച്ച്, ഈ 2 ടെക്നോളജിയെ കുറിച്ചും ആ ടെക്നോളജിയിലുള്ള തൊഴിലവസരങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഈ എടുക്കുന്നത്. അപ്പൊ ഇത് ഒരു 1 വേ സെക്ഷൻ ആയിട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാറ്റിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ഏത് ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ചാറ്റിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ വെർച്വൽ റിയാലിറ്റി. അപ്പൊ ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ഒരു ഇമേജ് ആയിരിക്കും. അതായത് ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ്. പക്ഷെ എന്താണ് വെർച്വൽ റിയാലിറ്റി എന്നുള്ളത് അറിയോ? വെർച്വൽ റിയാലിറ്റിയുടെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3D എൻവയറമെന്റില് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നോളജിനെയാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ ടെക്നോളജി ആക്ച്വലി വർക്ക് ചെയ്യുന്നത് നമ്മുടെ 2 കണ്ണുകളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാവും, ഒരു വസ്തുവിനെ
ഇപ്പൊ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് രണ്ട് പെർസ്പെക്റ്റീവ് ആണ്. ഒരേ പെർസ്പെക്റ്റീവ് അല്ല ഒരു വസ്തുവിന്റെ രണ്ട് കണ്ണിലും കാണുന്നത്. ഈ രണ്ട് പെർസ്പെക്റ്റീവിൽ കൂടി ആ രണ്ട് പെർസ്പെക്റ്റീവിൽ കൂടി കിട്ടുന്ന കാഴ്ച നമ്മുടെ ബ്രെയിനിന്റെ സഹായത്തോടു കൂടി കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു 3D ഫിഗർ ആയിട്ട് തോന്നുക. നമ്മുടെ ഒരു കണ്ണിന്റെ കാഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് അല്ലെങ്കിൽ ഒരു 3D എഫക്റ്റ് ആ ഒബ്ജക്റ്റിന്റെ പോകും. നമുക്കൊരു 2D എഫക്റ്റ് ആയിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതേ ടെക്നോളജി തന്നെയാണ് വെർച്വൽ റിയാലിറ്റിയിലും യൂസ് ചെയ്യുന്നത്. വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റിൽ രണ്ട് ലെൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ലെൻസിലും സെയിം എൻവയറമെന്റ് അല്ലെങ്കിൽ സെയിം ഒബ്ജക്ട്സ് ആണ് വിസിബിൾ ആവുന്നത്. പക്ഷേ ഒരു പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഉണ്ടാവും. സോ ദാറ്റ് നമ്മുടെ ബ്രെയിൻ അത് കമ്പൈൻ ചെയ്തിട്ട് 3D വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അതിനാൽ 3D വേൾഡിലൂടെയുള്ള എക്സ്പീരിയൻസിനെയാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. വെർച്വൽ റിയാലിറ്റിയിലൂടെ അടുത്ത കേൾക്കുന്ന ഒരു ടേമാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇപ്പൊ വെർച്വൽ റിയാലിറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയും പറയണം. കാരണം ഓഗ്മെന്റഡ് റിയാലിറ്റി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. വെർച്വൽ റിയാലിറ്റിയിൽ നമ്മൾ ഒരു വെർച്വൽ വേൾഡിലേക്കുള്ളൊരു ജേർണിയാണ്. അതിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ വേൾഡിലേക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു ജേർണിനെയാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പറയുകയാണെങ്കിൽ ഇപ്പോ ഫിസിക്കൽ വേൾഡില് വെർച്വൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സ് കാണിക്കുന്നതിനെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ തന്നെ നോക്കുക നിങ്ങൾ. ഇപ്പോ ഈ ഒരു ബുക്ക് ജസ്റ്റ് ഞാനൊരു ഓഗ്മെന്റഡ് റിയാലിറ്റി ആപ്പ് വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഹാർട്ടിന്റെ 3D മോഡൽ അപ്പിയർ ആവുന്നു. ആ 3D മോഡൽ റിയൽ അല്ല, ഒരു ഓഗ്മെന്റഡ് അല്ലെങ്കിൽ വെർച്വൽ മോഡലാണ്. അതിനെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ വെർച്വൽ റിയാലിറ്റിയിൽ ഫിസിക്കലായിട്ടുള്ള നമ്മൾ വെർച്വൽ ആയിട്ടുള്ള ലോകത്തേക്ക് പോകുന്നു. ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ ഫിസിക്കൽ വേൾഡിലേക്ക് വെർച്വൽ ഒബ്ജക്ട്സ് കൊണ്ടുവരുന്നു. ഇതിന് ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്ന രണ്ട് ഫിഗർ. ഇതില് റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ കാണിക്കുന്നത് വെർച്വൽ റിയാലിറ്റിയും ലെഫ്റ്റ് സൈഡിലുള്ളത് ഓഗ്മെന്റഡ് റിയാലിറ്റിയുമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഡിഫറൻസും ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഗ്രാഫിക്കൽ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് ആണ് എത്തി നിൽക്കേണ്ടാവുക നമ്മൾ. അപ്പൊ നമുക്ക് റിയൽ വേൾഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. എന്നാൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ നമ്മൾ റിയൽ വേൾഡിൽ തന്നെയാണ്. പക്ഷെ വെർച്വൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടി ഇമേജ് പ്രോസസ്സിങ്ങിന്റെ സഹായത്തോടുകൂടി വെർച്വൽ ഒബ്ജക്ട്സ് റിയൽ വേൾഡിൽ പ്ലേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഈ മൊബൈൽ എടുത്തിട്ട് ഇവിടെ ലാപ്പിന്റെ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ആപ്പിൾ കാണുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയാം. കാരണം ഒരു വെർച്വൽ ഒബ്ജക്റ്റ് ആണ് കാണുന്നത് ഒരു റിയൽ വേൾഡിൽ. സോ ഇനി ഈ ടെക്നോളജീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. അപ്പൊ അതില് ഫസ്റ്റ് വരുന്നത് ഗൂഗിൾ കാർബോർഡ് ആണ്. ഫസ്റ്റ് നമുക്ക് VR എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഹെഡ്സെറ്റ് നോക്കാം. ഇപ്പൊ ഈ ഒരു ഡിവൈസിനെ പറയുന്നതാണ് ഗൂഗിൾ കാർബോർഡ്. അപ്പൊ ഈ ഗൂഗിൾ കാർബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് ലെൻസും പിന്നെ കാർഡ്ബോർഡ് കൊണ്ടുള്ള ഒരു ബോഡി ആണുള്ളത്, പിന്നെ മാഗ്നറ്റിക് സ്വിച്ചും. അപ്പൊ ഇതിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മൊബൈൽ പ്ലേസ് ചെയ്തിട്ട് ഈ രണ്ട് ലെൻസിന്റെ സഹായത്തോടു കൂടിയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ് HTC Vive. മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു വയേർഡ് വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ് HTC Vive. പലതരം ഹെഡ്സെറ്റുകളുണ്ട്, പക്ഷെ ഞാൻ ഏറ്റവും ഇൻഡസ്ട്രിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണ് പറയുന്നത് HTC Vive. ഇപ്പൊ HTC Vive എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ട ഹെഡ്സെറ്റിന് വിപരീതമായിട്ട് ഇതിൽ നമുക്ക് മൊബൈൽ പ്ലേസ് ചെയ്യണ്ട, പകരം നമുക്ക് ലാപ്ടോപ്പിലേക്ക് നമുക്ക് പ്ലഗ് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ റൺ ചെയ്യുന്ന ആപ്പിന്റെ വെർച്വൽ റിയാലിറ്റി ആയിട്ട് നമുക്ക് ഈ ഹെഡ്സെറ്റിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഡിവൈസിനെ പറയുന്നതാണ് ഹെഡ് മൗണ്ട് ഡിവൈസ് അല്ലെങ്കിൽ HMD. അതേപോലെ തന്നെ ഈ രണ്ട് ബ്ലാക്ക് സെൻസ് കാണുന്ന ഈ ബോക്സുകളെ പറയുന്നത് സെൻസേഴ്സ്. ഈ സെൻസേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോളേഴ്സ്, ഈ കയ്യിൽ പിടിക്കുന്ന രണ്ട് ഡിവൈസിനെ പറയുന്നതാണ് കൺട്രോളേഴ്സ്. ഈ കൺട്രോളേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സെൻസേഴ്സും വരുന്നത്.
ഇപ്പൊ കൺട്രോളേഴ്സിന്റെ കറക്റ്റ് കോർഡിനേറ്റ്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സെൻസേഴ്സ് വരുന്നത്. ഇത് നമ്മളും കുറെ കാലങ്ങൾ ഒരു 5-10 കൊല്ലം മുമ്പ് യൂസ് ചെയ്തിരുന്ന ഹെഡ്സെറ്റ് ആണ് HTC Vive. എന്നാൽ ഇപ്പോൾ കൂടുതൽ സ്റ്റാൻഡ് അലോൺ ഹെഡ്സെറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡ് അലോൺ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ പോലെ അതിന് ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല. അതിന്റെ പ്രോസസ്സറും റാമും റോമും എല്ലാം ഒരൊറ്റ ബോഡിയിൽ കംപ്രൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതിനെയാണ് സ്റ്റാൻഡ് അലോൺ ഹെഡ്സെറ്റ് വരുന്നത്. ഇപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റാൻഡ് അലോൺ ഹെഡ്സെറ്റ് ഫേസ്ബുക്ക് പുറത്തിറക്കുന്ന മെറ്റാ ക്വസ്റ്റ് ആണ്. ഇതാണ് മെറ്റാ ക്വസ്റ്റ്. അപ്പൊ മെറ്റാ ക്വസ്റ്റിൽ നമുക്ക് ഈ സെൻസേഴ്സിന്റെ ആവശ്യമില്ല. മെറ്റാ ക്വസ്റ്റ് ട്രാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ സഹായത്തോടു കൂടിയാണ് ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ കൺട്രോളേഴ്സിന്റെ ഒരു യൂസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പൊ നമുക്ക് ബോൾ എറിയണം. അപ്പൊ ബോൾ പിടിക്കണമെങ്കിൽ അത് ഗ്രാബ് ചെയ്യണമെങ്കിൽ നമുക്ക് കൺട്രോളർ വെച്ചിട്ട് ഈ ഗ്രാബ് ചെയ്യാൻ പറ്റും. അപ്പൊ വെർച്വൽ വേൾഡിൽ നമ്മളെ കൈയായിട്ട് ആക്ട് ചെയ്യുന്നതാണ് കൺട്രോളേഴ്സ്. ഇപ്പൊ ഈ കൺട്രോളേഴ്സിന്റെയും ആവശ്യമില്ല. നമ്മുടെ കൈ ഡയറക്റ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള പവർ ഇപ്പോഴത്തെ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾക്കുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസുകളാണ്. അത് ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് ഹെഡ്സെറ്റുകൾ ഉപയോഗിച്ചിട്ടും ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചേക്കുന്ന ഈ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഹോളോലെൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ മൈക്രോസോഫ്റ്റ് ഹോളോലെൻസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ്. ഇത് റിമോട്ട് മെയിൻ്റനൻസിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റിമോട്ട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ്, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പ്ലാന്റ് ചൈനയിൽ അല്ലെങ്കിൽ ജപ്പാനിലാണ്, പക്ഷെ ആ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിലാണ്. അപ്പൊ ഈ പ്ലാന്റിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യണം, ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് സീനിയർ എഞ്ചിനീയേഴ്സ് വരണം. പക്ഷെ നമുക്ക് ഈ AR ഡിവൈസസ് അല്ലെങ്കിൽ ഹോളോലെൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു യാത്ര ഒഴിവാക്കാം. അതായത് ഈ ചൈനയിലത്തെ അല്ലെങ്കിൽ ജപ്പാനിലത്തെ പ്ലാന്റിലത്തെ വർക്കേഴ്സ് ഈ ഹോളോലെൻസ് വെക്കുന്നു. അതിനുശേഷം ഈ സീനിയർ എഞ്ചിനീയേഴ്സ് ഈ US ഇരുന്ന് കൊണ്ട് തന്നെ ഇതിൽ മാർക്കിങ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യേണ്ടത് അങ്ങനത്തെ അതിന്റെ 3D മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ മെയിൻ്റനൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതാണ് ഹോളോലെൻസിന്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത്. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആപ്പിൾ വിഷൻ പ്രോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഹെഡ്സെറ്റ് ആണല്ലോ ആപ്പിൾ വിഷൻ പ്രോ. ആപ്പിൾ വിഷൻ പ്രോയും ആക്ച്വലി ഒരു AR ഹെഡ്സെറ്റ് എന്ന് പറയാം. അതിൽ VR ഉണ്ട്, എന്നാൽ കൂടുതൽ AR ഫങ്ഷനാലിറ്റിയും ഉണ്ട്. അങ്ങനെയായിട്ടുള്ള ഹെഡ്സെറ്റ് ആണ്. ഇനി നമുക്ക് വെർച്വൽ റിയാലിറ്റിയുടെ ഒരു 10 യൂസസ് നോക്കാം. ഒരു കോമൺ ആയിട്ടുള്ള 10 യൂസസ്. 10 amazing uses for virtual reality. Number 10. ഓഡിയോ ഓഡിബിൾ അല്ലേ? Audible ആണ്. Space exploration. NASA have launched a new initiative, the Mars 2030 program, which aims to use virtual reality to simulate life on the red planet. Simulations have always been the most accurate way for trainee astronauts to understand the environments they could face. And the growth of affordable virtual reality equipment could help expand this experience beyond NASA employees. Anyone with access to VR headsets like the Oculus Rift or Google Cardboard may soon be able to virtually explore the moon, Mars, or outer space from the comfort. ഇപ്പൊ നാസ പോലുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസീസ് എല്ലാം വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഓസ്ട്രോനോട്ട്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. സോ ദാറ്റ് അവർക്കൊരു എൻവയറമെന്റ് സെറ്റപ്പ് കോസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കും. അവർക്ക് 3D എൻവയറമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. Their own living room. Number 9. Surgery. Surgery is incredibly complicated, requiring several years of high-intensity training. Virtual reality could therefore revolutionize the industry, as it would allow students to practice procedures in a controlled and safe environment. For example, in April 2016, Dr. Shafi Ahmed performed an operation on a cancer patient that was filmed in full 360 degrees. So medical students worldwide could watch as if through his eyes. Virtual reality is also useful for experimenting with new surgical techniques, as pioneering surgeons could investigate the merits of a new procedure without having to experiment on living patients.
Number 8, military. Approximately 1 in 20 military deaths occur during training procedures. It is therefore essential for soldiers to be able to receive the experience and education they require, but in a safe environment. That's where virtual reality comes in. As a supplement to actual military training, the technology offers simulations of exercises and combat environments. It records how well a soldier is performing and gives them feedback on how their decisions and reactions could be improved. It is also useful for flight simulation to improve Air Force training. Number 7, tourism. Imagine being able to visit the Louvre in Paris, the Acropolis in Athens, and the Smithsonian in Washington, all in the same day. Well, virtual reality is very close to making that possible. Virtual tourism is an intensely growing market. A number of museums, like the British Museum in London, have collaborated with developers to create specific virtual spaces. These are areas of the museum which have been filmed from all angles, so online visitors can look around at the exhibits from the comfort of their own homes. Virtual reality can also allow history enthusiasts to walk around reconstructions of ancient civilizations, like Pompeii. Number 6, film. In 2015, at the Sundance Film Festival in Utah, filmmakers premiered an innovative new medium, interactive film viewing. Using virtual reality technology, viewers are able to see through the eyes of the characters and look around the scenes as if they were actually there. Since then, the world's first virtual reality cinema has opened up in Amsterdam. The cinema is installed with swivel chairs, so you can spin around and catch the action from a different angle. Number 5, sport. Virtual reality offers a number of possibilities for both viewers and players of sports. Already, sporting events are being filmed with 360-degree cameras, which provide audiences with a viewing experience as though they were actually on the pitch. The use of the technology to help players, however, is still a bit more experimental. In 2014, before the Soccer World Cup in Brazil, the Netherlands team introduced virtual reality into their training sessions. Sessions would be recorded, and then, using virtual reality headsets, players could relive their performances and evaluate the decisions open to them at specific moments. Number 4, crime scene investigation. In December 2014, researchers from the University of Zurich looked into virtual reality's potential for crime investigation. They suggested that 3D computer reconstructions would be invaluable tools for detectives, who would be able to safely survey scenes even after they have been closed for investigation, without the risk of contaminating evidence. Another advantage is that virtual reality would allow juries to observe a crime scene in greater detail than they would be able to using photographs alone. It is hoped that by 2020, this technology will be widely used in the investigations for a variety of crimes. Number 3, therapy. Recovery from a stroke or brain injury can be a long and laborious process, which can cost over $150,000 a year. Immersive virtual reality therapy is a new form of rehabilitation. It involves patients walking on a treadmill, wearing a headset that shows them relaxing and familiar scenes. Initial tests by biotechnology company MindMaze show that virtual reality therapy enables individuals to regain motor and cognitive function faster than with conventional physical therapy. This is because patients are treated in a safe, controlled, and anxiety-free environment. Number 2, shopping. E-commerce is a massive industry. In developed countries, online shopping accounts for almost 15% of all money spent. Big online clothes retailers such as ASOS are looking into how to improve the online shopping experience to make it more interactive. Virtual reality is being trialed to provide customers with a virtual tour of an entire store, meaning they can shop in real time and even interact online with their friends. Scientists at the University of Technology in Sydney are also developing an app that will create an avatar of the user. സോ ഇതൊക്കെയാണ് വെർച്വൽ റിയാലിറ്റിയുടെ ഒരു ടോപ്പ് 10 യൂസസ് എന്ന്. കുറെ അധികം യൂസസ് ഉണ്ട്, അതിലൊരു ടോപ്പ് 10 ലീഡിങ് ആയിട്ടുള്ള ഒരു യൂസസ് ആണ് ഞാൻ പറയുന്നത്. അതേപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഒരു കുറച്ച് യൂസസ് നമുക്ക് നോക്കാം.
ഇതിൽ ഫസ്റ്റ് വരുന്നത് ബോഷ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു AR ആപ്പാണ്. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ നമ്മൾ പുതിയൊരു കാറ് വാങ്ങി, കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. നമുക്ക് എന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ്, എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, അതിന്റെ ഫ്യൂസ് എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ കൺട്രോളേഴ്സ് എവിടെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ സാധാരണ മാനുവൽ വായിച്ചു നോക്കണം. പക്ഷെ ബോഷ് ഡെവലപ്പ് ചെയ്ത ഈ AR ആപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ അത് ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ് കാണിക്കും, അതും 3D വിഷ്വലൈസേഷന്. അപ്പൊ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. ഇതാണ് ഞാൻ പറഞ്ഞ ഹോളോലെൻസിന്റെ എക്സാമ്പിള്. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, അതായത് ജപ്പാനിലുള്ള ഒരു പ്ലാന്റിൽ ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ US സീനിയർ അതോറിറ്റീസിന് സ്കൈപ്പ് ത്രൂ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് അതെങ്ങനെ ചെയ്യണേന്ന്. അവര് പ്രോബ്ലം ഉള്ള പാർട്ട് ആദ്യം സ്കാൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ഡാറ്റ, ഇതാണ് ഹോളോലെൻസ്. അപ്പോ സീനിയർ എക്സ്പെർട്സിന് ഈ ഒരു ഡാറ്റ അവരെ സ്കൈപ്പ് ത്രൂ മോണിറ്റർ ചെയ്യാനും അവർക്ക് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാനും, എങ്ങനെ റിപ്പയർ ചെയ്യാനുള്ള ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയ ടൈപ്പ് ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഇൻസ്റ്റഡ് നമ്മൾ ഇതിൽ സ്കാൻ ചെയ്യുന്നതിന് പകരം പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ചിട്ട്, DLP പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഫിസിക്കൽ ഒബ്ജക്ട്സിന്റെ മുകളിലേക്ക് വെർച്വൽ ഓവർലേസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു മെഷീൻ അസംബ്ലിയാണ് കാണിക്കുന്നത്. അപ്പൊ എവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്യണം, ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ സ്ക്രൂസ് പ്ലേസ് ചെയ്യണം, അതെല്ലാം ഈ DLP പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ട് ഗൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഈ കാണുന്നില്ലേ, പ്ലീസ് ഗോ ഓൺ ദ ഫസ്റ്റ് സ്ക്രൂ, ഇതെല്ലാം DLP പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ഈ ലൈറ്റുകളാണ് ആക്ച്വലി ഓഗ്മെന്റ് ചെയ്യുന്നത്. അതായത് ഈ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ഗൈഡ് ചെയ്യണം അടുത്ത പ്രോസസ് എന്താ ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്. സോ ഇപ്പോ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഒരു യൂസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇത് കൂടാതെ വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗെയിമിങ്ങിനാണ്. അപ്പൊ ഗെയിംസ് ആയത് പോക്കിമോൻ ഗോ ആണല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് പ്രചാരം ഉണ്ടാക്കി കൊടുത്തത്. സോ ഇനി നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ അതിന് വരുന്ന കോമൺ ആയിട്ട് കുറേയധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ മേജർ ആയിട്ട് വരുന്ന 3 പ്ലാറ്റ്ഫോംസ് ആണ് യൂണിറ്റി, അൺറിയൽ എൻജിൻ ആൻഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഇപ്പൊ ഈ യൂണിറ്റിയുടെയും അൺറിയലിന്റെയും ലോഗോ ഗെയിം കളിക്കുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അത് രണ്ടെണ്ണം ഗെയിം എൻജിനാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ഈ ഗെയിം എൻജിൻസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാനാണ്. കാരണം നമുക്ക് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിക്കും വെർച്വൽ റിയാലിറ്റിക്കും 3D മോഡൽസ് ആവശ്യമുണ്ട്. അപ്പൊ 3D മോഡൽസ് ഏറ്റവും കൂടുതൽ പ്രോസസ് ചെയ്യാനും അതേപോലെ എളുപ്പം ആയിട്ടുള്ളത് ഈ ഗെയിം എൻജിൻസിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് യൂണിറ്റിയും അൺറിയലും ഈ ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് നമുക്കിപ്പോ ഒരു ലേമാന് തന്നെ നമുക്ക് ഗെയിം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ബേസിക് നോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് 3D ഗെയിം ഡെവലപ്മെന്റ് എൻവയറമെന്റ് ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആൻഡ് ടെസ്റ്റേഴ്സ്. ഇപ്പൊ നിങ്ങൾക്കൊരു കാർ ഗെയിം അല്ലെങ്കിൽ റേസിംഗ് ഗെയിം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കാറിന്റെ അസറ്റ്സ്, ടെറൈൻ്റെ അസറ്റ്സ്, അങ്ങനത്തെ ബേസിക് അസറ്റ്സ് എല്ലാം ഈ ഗെയിം എൻജിൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് ആണ്. പണ്ടത്തെ പോലെ തന്നെ നമ്മൾ തന്നെ എല്ലാ സിൻടാക്സും കാണാണ്ട് പഠിച്ച് സ്ക്രിപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് നോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ വിഷ്വലായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ബ്ലോക്സ് ഉപയോഗിച്ച് സ്ക്രിപ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതാണ് ഏറ്റവും ഹൈലൈറ്റഡ് ഫീച്ചർ,
ക്രോസ് പ്ലാറ്റ്ഫോം ആപ്പ് ഡെവലപ്മെന്റ്. അതായത് ഒരു ആപ്പ് തന്നെ നമുക്ക് ആൻഡ്രോയിഡിനും iOS-ന് വിൻഡോസിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പ്രസ് കൊണ്ട് തന്നെ പല പ്ലാറ്റ്ഫോമിലേക്കും ഒരേ കോഡ് ഉപയോഗിച്ച് തന്നെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട്, നമുക്ക് ഓൺലൈനായിട്ട് ലോട്ട് ഓഫ് റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അസറ്റ് സ്റ്റോർ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാനുള്ള ബേസിക് 3D മോഡൽസ് എല്ലാം ഈ അസറ്റ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ പെയ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ ഫിൽറ്റേഴ്സ്. സോഷ്യൽ മീഡിയ ഫിൽറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്നാപ്ചാറ്റ് ലെൻസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് സ്നാപ്ചാറ്റിലത്തെ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചാൽ സ്പാർക്ക് ചെയ്യാറ്. ഇത് ഞങ്ങളൊരു ദീപാവലിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത വെർച്വൽ ട്രാക്കർ ക്യാമ്പയിനാണ്. അതായത് ട്രാക്കർ ഫ്രീ ദീപാവലിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം ക്രിയേറ്റ് ചെയ്തൊരു ക്യാമ്പയിൻ ആയിരുന്നു ഈ ഒരു വീഡിയോ. അത് കഴിഞ്ഞിട്ട് കൊറോണയുടെ ടൈമിൽ മാസ്ക് ഉപയോഗിക്കുന്നതിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫിൽറ്റർ ആയിരുന്നു ഇത്. സോ ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്തത് സ്പാർക്ക് AR എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ സോഷ്യൽ മീഡിയ ഫിൽറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും പ്രൊമോഷൻ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഈ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സ്ലൈഡാണ് എന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കരിയറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് VR. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു VR ഡെവലപ്പർ ആയിട്ട് ജോയിൻ ചെയ്തായിരിക്കും. VR ഡെവലപ്പർ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ ഒരു ഹോളോലെൻസിന്റെ ആപ്പ്, അല്ലെങ്കിൽ അതേപോലെ റിമോട്ട് മെയിൻ്റനൻസിന്റെ ആപ്പ്, അല്ലെങ്കിൽ ഒരു സിമുലേറ്റർ ആപ്പുകൾ. ഉദാഹരണം, ഒരു ഫ്ലൈറ്റ് ഓടിക്കാൻ പഠിക്കണമെങ്കിൽ ഫ്ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ആപ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നവരാണ് VR ഡെവലപ്പർ എന്ന് പറയുന്നത്. അതേപോലെ AR VR ഡിസൈനർ ഉണ്ട്. ഇതേപോലെ ഈ ഡെവലപ്പ് ചെയ്യുന്ന ആപ്പുകളുടെ UI UX ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സ്പെസിഫിക് ടീം ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു ക്രിയേറ്റീവ് സൈഡാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് AR VR ഡിസൈനർ ആവാനും സാധിക്കും. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഗെയിം ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിംസിന്റെ ലെവൽസ് ഡിസൈൻ ചെയ്യുക, ഗെയിംസ് ഡെവലപ്പ് ചെയ്യൽ. അതിൽ തന്നെ പല പല സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ യൂണിറ്റി അല്ലെങ്കിൽ അൺറിയൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഗെയിം ഡെവലപ്പർ ആവാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ബ്ലെൻഡർ അതേപോലത്തെ 3D മോഡലിംഗ് സോഫ്റ്റ്വെയറും ഇതിന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 3D ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മോഡലർ ജോബ്സിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ള ഇപ്പോഴത്തെ വേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആർക്കിടെക്ചറൽ വിഷ്വലൈസർ. ഉദാഹരണം, ഇപ്പൊ നിങ്ങളൊരു വീട് പണിയാൻ പോവുകയാണ്. പണ്ട് ആർക്കിടെക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ പ്ലാനാണ് കാണിച്ചത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ VR-ല് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ 3D മോഡലിലൂടെ ഒരു വാക്ക് ത്രൂ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നവനെയാണ് ആർക്കിടെക്ചറൽ വിഷ്വലൈസർ എന്ന് പറയാം. അപ്പൊ ഇത്രയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ സോഫ്റ്റ്വെയർസ് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് AR VR-നെ കുറിച്ച് പറയാനുള്ളത്. ബിഫോർ എൻഡിങ് ഞങ്ങളുടെ കമ്പനി ചെയ്ത കുറച്ച് വർക്ക്സും കൂടി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 2016-ലാണ് ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 2018 ഓൺവേർഡ്സ് ഞങ്ങൾ പ്രോജക്ട്സ് ചെയ്യുന്നത്. ഞങ്ങൾ ട്രെയിനിങ്ങിലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലേക്ക് കടന്നു. ഞങ്ങൾ ഏകദേശം 50+ AR VR ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് തന്നെ ഞങ്ങളുടെ കോർ ടീം. അപ്പൊ അതിൽ നമുക്ക് തന്നെ ഫസ്റ്റ് വരുന്ന ഒരു പ്രോജക്റ്റ് ഒരു എയർലൈൻസിന് വേണ്ടി ചെയ്തതാണ്, എയർപ്ലെയിൻ VR ട്രെയിനിങ്. അപ്പൊ ഇതിന്റെ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു ക്യാബിൻ ക്രൂവിന് എയർപ്ലെയിൻ ക്ലീൻ ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ട് എയർക്രാഫ്റ്റ് നിർത്തിയിടേണ്ട അവസ്ഥയാണ്. പക്ഷെ നിർത്തിയിടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി പ്രോസസ്സാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ എയർക്രാഫ്റ്റിനെ കംപ്ലീറ്റ് വെർച്വൽ സിമുലേറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. സോ ദാറ്റ് വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള എയർക്രാഫ്റ്റിൽ എത്തിയ ഫീൽ ഉണ്ടാവും. അവിടെ നമുക്ക് ക്ലീൻ ചെയ്ത് പഠിക്കാം.
ഇതായിരുന്നു ആ ഒരു വീഡിയോ. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തൊരു പ്രോജക്റ്റ് ആണ് ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഇലക്ഷൻ ക്യാമ്പയിൻ. അത് ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ഫ്ലക്സസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ആ ഒരു പ്രോബ്ലത്തെ എൻകൗണ്ടർ ചെയ്തത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ബാനേഴ്സ് വിത്ത് ഓഗ്മെന്റഡ് റിയാലിറ്റി. സോ ദാറ്റ് നമ്മൾ മൊബൈൽ കൊണ്ട് ഹാൻഡ് റിട്ടൺ ബാനേഴ്സ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും അപ്പിയർ ആവുന്ന ഒരു ആപ്പായിരുന്നു ഓഗ്മെന്റഡ് GC എന്ന് പറയുന്നത്. അതിനെ കുറിച്ചുള്ള വീഡിയോ. സോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വന്ന റിക്വയർമെന്റ് ആണ് ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി റെസ്യൂമെ. അപ്പൊ നോർമൽ റെസ്യൂമെ എങ്ങനെയാണ്, നമുക്ക് ഒരാളെ ഇപ്പൊ നിങ്ങൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോ ഹ്യൂമൻ റിസോഴ്സ് ടീമിലുള്ളവർക്ക് ആ റെസ്യൂമെ ഫുൾ വായിച്ചു നോക്കണം, അയാളുടെ സ്കിൽസ് എന്താ, വീക്ക്നെസ് എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ റെസ്യൂമയില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊബൈൽ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹോളോഗ്രാം ആ ആപ്പിൽ അപ്പിയർ ആവുകയും ആ ഹോളോഗ്രാം തന്നെ നിങ്ങളുടെ കഴിവുകളും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആപ്പായിരുന്നു. ഇതാണ് അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കപ്പിൾ ഓഫ് മൂവീസിന് വേണ്ടിയിട്ടും ഓഗ്മെന്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്. അതായത് 9 മൂവിക്ക് വേണ്ടിയിട്ടും ലൂസിഫർ മൂവിക്ക് വേണ്ടിയിട്ടും. ലൂസിഫർ മൂവിക്ക് വേണ്ടിയിട്ട് ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോജക്റ്റ് ആയിരുന്നു. അതിൽ മോഹൻലാലിന്റെ കൂടെ നമുക്ക് ടിക്ടോക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു ആപ്പായിരുന്നു. ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ മോഹൻലാൽ നമ്മുടെ സൈഡിൽ വരികയും നമുക്ക് ആളോട് കൂടി ടിക്ടോക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം AR ക്യാമ്പയിൻസും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ കോവിഡ് ടൈമിൽ ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റ് ആണ് ട്യൂട്ടർ നെസ്റ്റ് റിയാലിറ്റി ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ട്യൂട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണറിലേക്ക് മാത്രമായിട്ട് മാറും. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ വരുമ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഇന്ററാക്ടിവിറ്റി കുറയും. അപ്പൊ ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻ ആണ് ട്യൂട്ടർ എന്ന് പറഞ്ഞൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. ട്യൂട്ടർ ആപ്പിൽ എല്ലാ കോണ്ടന്റ്സിനും 3D മോഡൽസ് ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഓഗ്മെന്റഡ് റിയാലിറ്റി. സോ ദാറ്റ് ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെ എല്ലാ കോൺസെപ്റ്റും കാണാൻ സാധിക്കും. ഇതതിന്റെ ഒരു ഡെമോ വീഡിയോ. So that's all about augmented reality, virtual reality, and thank you all. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം.
നമുക്ക് ഏത് മോഡ്യൂൾ ആവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? ഏതിന് ഓഗ്മെന്റഡ് റിയാലിറ്റി ആണോ? അതെ അതെ, augmented reality. നമുക്ക് ചെയ്യാം, നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതിന്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾ ഏത് പ്രത്യേക സോഫ്റ്റ്വെയർ വെച്ചാണോ ചെയ്യുക? നമ്മൾ ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ബ്ലെൻഡർ. എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സൗണ്ട് ഓപ്ഷൻ ഉണ്ടോ? എന്താണ് ഉദ്ദേശിച്ച കാര്യം? അതല്ല, ഇത് നമ്മളെ ഇത് കാണുമല്ലോ, അപ്പൊ ഇതിത്തെ ഓരോ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അത് സൗണ്ടിൽ ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന പോലെയാണോ നമ്മൾ കാണുന്നതെന്ന്? ക്ലിയർ ആയില്ല. അതല്ല, ഇതിത്തെ കാണിക്കുന്നുണ്ടല്ലോ ഓരോ വീഡിയോസ് ഈ വെർച്വൽ റിയാലിറ്റി യൂസ് ചെയ്ത്, അപ്പൊ നമ്മളത് ജസ്റ്റ് കാണുക മാത്രമാണോ? അപ്പൊ അത് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇങ്ങോട്ട് തരുന്നതൊക്കെ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്ന രീതിയിലാണോ? കേൾക്കും, എല്ലാം കേൾക്കും. നമുക്ക് ഹെഡ്സെറ്റും ഉണ്ട്. ഓരോ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റിലും സ്പെഷ്യൽ സ്പീക്കേഴ്സ് ഉണ്ട്. സൈഡ് ഫയറിംഗ് സ്പീക്കേഴ്സ് എന്നാണ് പറയാ. അതിൽ കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. സോ സാറേ നമുക്കേ ഓക്കെ സാറേ നമുക്കേ ഓക്കെ കണ്ടിന്യൂ. നിങ്ങൾ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ സാറേ നമുക്കേ നമ്മള് ഇതിൽ തന്നെ ഒരു ഗെയിംസിന്റെ ഒരു ഇതാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഗെയിംസ് എവിടുന്ന ഡൗൺലോഡിങ് കാര്യങ്ങളൊക്കെ കിട്ടുക? നമ്മള് മെറ്റയുടെ ഈ ഇതുണ്ട്. അതെ, മെറ്റയുടെ സ്റ്റോർ ഉണ്ട്. മെറ്റയുടെ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതെല്ലേ, കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് വേറെ ഈ നമ്മുടെ പ്ലാനിലുള്ള ഗെയിംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? അതായത് നമുക്ക് സൈഡ് ലോഡ് എന്ന് പറയാൻ പറ്റും. സൈഡ് ലോഡ് ചെയ്യാൻ പറ്റും. ഈ ഹെഡ്സെറ്റുകളിലേക്ക് സൈഡ് ലോഡ് ചെയ്യാൻ പറ്റും. അതെല്ലേ, അത് ചെയ്യണമെങ്കിൽ ഡെവലപ്മെന്റ് ഓൺ ചെയ്താൽ മതി. അത് മെറ്റയിൽ തന്നെ നമുക്ക് ഡെവലപ്പർ അക്കൗണ്ട് ആക്കണം. നമുക്ക് ഡെവലപ്പർ മോഡ് ഓൺ ചെയ്യണം. ഡെവലപ്പർ മോഡ് ഓൺ ചെയ്തതിനു ശേഷം സൈഡ് ക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ സൈഡ് ക്വസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൈഡ് ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സാറിന്റെ കമ്പനി ഇപ്പൊ ഓൾറെഡി നമുക്കിപ്പോ ഗെയിംസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല എനിക്ക്, ഡിസ്റ്റർബൻസ്. നമുക്ക് ഗെയിംസ് വേണമെന്നുണ്ടെങ്കിൽ സാറിന്റെ കമ്പനി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗെയിംസ് എക്സ്പീരിയൻസുകളാണ് ചെയ്യുന്നത്. ഗെയിംസ് നമ്മൾ കുറവാണ്. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് VR എക്സ്പീരിയൻസുകളിലാണ്. അതെ, നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ചെറിയ പ്ലാനിങ് ആണ് കാര്യങ്ങൾ. ഓക്കെ. ഇപ്പോ ഗെയിംസ് പോലത്തെ ഗെയിംസ് ആണെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് ഈ റോളർ കോസ്റ്റ് ഒക്കെ അല്ലേ? ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലേ, നമുക്ക് സാറിന്റെ കോണ്ടാക്ട് കിട്ടാൻ കമ്പനിയായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്നും കൂടി ഷെയർ ചെയ്യാം. ഞാൻ ലാസ്റ്റ് എന്റെ കോണ്ടാക്റ്റും ഷെയർ ചെയ്യാം. ഓക്കെ താങ്ക് യു. ശരി. ഹലോ സാർ, നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഷോക്കേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് വരുന്ന റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ആക്ച്വലി അങ്ങനത്തെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു ബിൽഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ. നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ 360 ടൂൾസും അത് VR-ലാക്കി നമ്മൾ ചെയ്യാറുണ്ട്. പ്രോപ്പർട്ടീസ് ഫോട്ടോസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാറുണ്ട്. ഓക്കെ, ഞങ്ങളിപ്പം 360 ഡിഗ്രിയുടെ ഫോട്ടോഗ്രാഫിയാണ് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ അത് റിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണല്ലോ, VR-ലേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ വാട്സപ്പിൽ എന്തായാലും കോൺടാക്ട് ഉണ്ടാവില്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ കോൺടാക്ട് ഉണ്ടാവില്ല? അതെ, ഞാൻ എന്റെ കോണ്ടാക്ട് കൊടുക്കാം. ഓക്കെ ശരി. ഓക്കെ, യൂണിറ്റി സൈറ്റിലാണോ നമ്മൾ പഠിക്കുന്നത്? നമുക്ക് യൂണിറ്റി ഉപയോഗിച്ചിട്ടും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, പല സോഫ്റ്റ്വെയർസും ഉപയോഗിച്ചിട്ട് നമുക്ക്
ഈ എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ യൂണിറ്റി അല്ലെങ്കിൽ അൺറിയൽ ആണ് ഏറ്റവും ബിഗിനേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക യൂണിറ്റിയാണ്. കുറച്ചും കൂടി നമുക്ക് ഈ ഇന്ററാക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യാനെല്ലാം എളുപ്പം യൂണിറ്റിയാണ്. അപ്പൊ യൂണിറ്റി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അസാപ്പിന്റെ തന്നെ കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യൂണിറ്റി ഡെവലപ്മെന്റ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഫാത്തിമ, എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ആപ്സ് ആയിട്ടാണോ അത് രണ്ടും? എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. യൂണിറ്റി അൺറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമിംഗ് എൻവയറമെന്റ് ആണ്. നമ്മൾക്ക് അത് ഉപയോഗിച്ചാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആപ്സ് ആണ്. ആ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി നമ്മളെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് യൂണിറ്റിയും അൺറിയലും. Okay, any other questions? ഈ മെറ്റയുടെ പുതിയ വേർഷൻ എന്താ പ്രൈസ് വന്നു സാറേ? അത് ഡിപ്പെൻസ് ആണ്. അത് ഇപ്പോ 3S ഉണ്ട്, Quest 3 ഉണ്ട്. Quest 3S ഒക്കെ ആണെങ്കിൽ 30,000 ഒക്കെയാണ് തോന്നുന്നു സ്റ്റാർട്ടിങ് വരുന്നത്. 30,000. ഓക്കെ ഓക്കെ. സാർ, ഈ AR VR ഇതിന് ജോബ് ആപ്ലിക്കേഷൻ എവിടെയാണ് കൊടുക്കുക, എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ലിങ്ക്ഡിൻ ഉണ്ടല്ലോ. ലിങ്ക്ഡിനിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിങ്സ് വരുന്നത്. അപ്പൊ ലിങ്ക്ഡിൻ ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു ഇപ്പോൾ AR VR ഫീൽഡിലേക്കാണ് നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആപ്സ് ഡെവലപ്പ് ചെയ്തിട്ട് ആ ആപ്പുകളുടെ വീഡിയോസ് എല്ലാം എടുത്ത് നിങ്ങൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. അത് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക, ലിങ്ക്ഡിനിൽ ജോബ്സ് അപ്ലൈ ചെയ്യുക. സർ, എൻ്റെ ഒരു ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു ഒരു കോഴ്സ് പോലെ പഠിക്കാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടും VR ഡെവലപ്പർ ആയിട്ടും പഠിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു ബ്രദറിന് വേണ്ടിയിട്ട്, ആള് +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ആൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകാനാണ് താല്പര്യം. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകുന്നതും ഈ VR ഡെവലപ്പർ ആകുന്നതും തമ്മിലുള്ള ഒരു ബേസിക് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരാമോ? ഇല്ല, രണ്ടും സെയിം തന്നെയാണ്. VR എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി VR-ലും C++ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ VR എന്ന് പറഞ്ഞാൽ അതിലിപ്പോ ജസ്റ്റ് പ്രോഗ്രാമിംഗ് മാത്രമല്ല, അത് 3D ഇൻവോൾവ് ആണ്, ലൈറ്റിംഗ് ഇൻവോൾവ് ആണ്, ലെവൽ ഡിസൈനിങ് വരുന്നുണ്ട്. അങ്ങനെ കുറെ അധികം പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകാനായിട്ടാണോ VR ഡെവലപ്പർ ആകാനായിട്ടായിരിക്കുമോ നമുക്കൊരു ഒരു എടുക്കുന്ന സമയം ഡ്യൂറേഷൻ കുറവ് വരുന്നത്? എന്ന് വെച്ചാൽ പഠിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുള്ളത് ഏത് മേഖലയായിരിക്കും? അത് ഡിപ്പെൻസ്. ഇപ്പൊ ബ്രദർ ക്രിയേറ്റീവ് സൈഡാണോ നോക്കുന്നത് അതോ ടെക്നോളജി സൈഡാണോ നോക്കുന്നത്, അതിനനുസരിച്ചിരിക്കും. ഇപ്പൊ VR എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് സൈഡാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ടാണ്. ഇപ്പൊ ഗെയിംസിലാണെങ്കിലും ക്യാരക്ടേഴ്സ് പ്ലേസ്മെന്റ് ഒരു ക്രിയേറ്റിവിറ്റി വേണം നമുക്ക്. ഓക്കെ. അപ്പൊ സാർ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആ ഒരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ BTech പഠിക്കണം. അതിന് അദ്ദേഹം പുള്ളിക്കാരൻ ഒരു 4 വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അതല്ലാതെ നമ്മുടെ ഒരു VR ഡെവലപ്പർ പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഡ്യൂറേഷന്റെ ആവശ്യമുണ്ടോ? അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു കോഴ്സ് കഴിഞ്ഞാൽ തന്നെ അത് കിട്ടണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയാലും VR ഡെവലപ്പർ ആയാലും നമുക്ക് വേണ്ടത് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഫ്ലോ ചാർട്ട് ആക്കി മാറ്റാനുള്ള ഒരു സ്കില്ലുണ്ട്. ആ ഒരു സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല. നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും കോഡ് എഴുതാം. ഓക്കെ. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതൊരു ബാരിയർ ആയിട്ട് വരില്ല എന്നാണോ പറയുന്നത്? വരില്ല. ബേസിക് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. അപ്പം ബ്രദറിന് ഇപ്പൊ ഇതുപോലെ VR പഠിക്കണം എന്നുണ്ടെങ്കിൽ സാറിന് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ വല്ലതും ഉണ്ട്? അത് എത്ര നാളത്തേനൊരു കുറഞ്ഞൊരു സമയം ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും? ഒരു 2-3 വർഷമാണോ, അല്ലെങ്കിൽ ഒരു വർഷത്തിനകം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന? നമുക്ക് ബേസിക്സ് പഠിക്കാൻ സാധിക്കും. ഇപ്പൊ അസാപ്പിന്റെ തന്നെ കോഴ്സുകൾ ഉണ്ടല്ലോ.
അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാ അറിയാൻ സാധിക്കുന്നത്? അസാപ്പിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ ഓൾറെഡി മീറ്റിംഗ്. സർ പിന്നെ അതിനൊരു കമ്പ്യൂട്ടർ ഏകദേശം ഒരു സയൻസ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബിടെക് പഠിച്ചിറങ്ങുന്ന അത്രയും എമൗണ്ട് ആയിരിക്കുമോ? ഏകദേശം ഒരു കണക്ക് എനിക്ക് അറിഞ്ഞാൽ മതി. എന്നുവെച്ചാൽ ഒരുപാട് കോസ്റ്റ്ലി ആണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. സർ പിന്നെ KTUവിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു ബിടെക്കിൽ തന്നെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിങ്. അതിൽ വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഒക്കെ പഠിപ്പിക്കും ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആവുമ്പോൾ. അത് ചെറിയൊരു മോഡ്യൂള് മാത്രല്ല, ചെറിയൊരു മോഡ്യൂള് അതിൽ മാത്രല്ല. അത്യാവശ്യം യൂണിറ്റി 3Dയും ബ്ലെൻഡറും പിന്നെ അൺറിയൽ എഞ്ചിനും ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പഠിപ്പിക്കും. കോഡിങ്ങും അതിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കാര്യങ്ങളും ഉണ്ട്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട് KTUവിൽ. ഓക്കെ, റൈറ്റ്. ഹലോ സർ. ഒരു സംശയം. ഹലോ, കേൾക്കുന്നുണ്ടോ? സാർ, ഞാനൊരു AR VR ഫെമിലറൈസേഷൻ അറ്റൻഡ് ചെയ്തായിരുന്നു ഇതുപോലെ അസാപ്പില്. അപ്പം ഈ AR VR ഒക്കെ വെക്കുമ്പോൾ മോഷൻ സിക്നസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മോഷൻ സിക്നസ് ഉണ്ടാകുന്ന ഒരാൾക്ക് അതപ്പോ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ? അല്ല, ഒരു 15 മിനിറ്റ്സിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്നാൽ 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ ഒരു രീതിയിൽ പോയാൽ മതി. അതേപോലെ തന്നെ ക്വാളിറ്റി ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. ഒരിക്കലും ഈ കാർബോർഡ് VR ഒന്നും ഡെവലപ്മെന്റിന് യൂസ് ചെയ്യരുത്. മെറ്റയുടെ ഡിവൈസുകൾ, കൂടുതൽ റിഫ്രഷ് റേറ്റ് ഉള്ള ഡിവൈസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഷൻ സിക്നസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരത്തില്ലേ? VR ഡെവലപ്പർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അതെ, നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത്, ഞങ്ങൾക്കിപ്പോ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഒരു ആപ്പിന് ട്രാൻസ്ലേഷൻ മാറ്റാൻ, അതായത് ഇംഗ്ലീഷിൽ നിന്നുള്ളത് ചൈനീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 15 മിനിറ്റ്സ് വർക്ക് ചെയ്യും, അത് 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യും, പിന്നെ വീണ്ടും വർക്ക് ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ സർ, താങ്ക് യു. ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ വിഷ്വൽ പ്രോബ്ലംസ് ഇല്ല. നമ്മള് ഇപ്പോ ഞാൻ 2015 തൊട്ട് ഹെഡ്സെറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഹെഡ്സെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഈ റൂള് ചെയ്താൽ മതി. 15 to 20 മിനിറ്റ്സ് വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് കണ്ടിന്യൂ റെസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വിഷ്വൽ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോ ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ. ഇപ്പോ എല്ലാ ആർക്കിടെക്ചർ ഫേംസുകളും ഒരു VR ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ പുതിയ പ്രോജക്ട്സിന്റെ വിഷ്വലൈസേഷൻ, പുതിയ മാളായിക്കോട്ടെ, വില്ല പ്രോജക്റ്റ് ആയിക്കോട്ടെ, അതിന്റെ എല്ലാം വിഷ്വലൈസേഷൻ VR വെച്ചിട്ടാണ് കാണിക്കാറുള്ളത്.
അതൊരു ഒരു മേജർ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സിമുലേഷൻ ക്രിയേഷൻ. ഇപ്പോ ഉദാഹരണം പറയാണ്, ഇപ്പൊ നമുക്ക് ഡ്രൈവിംഗ് സിമുലേറ്റ് ഒരാൾക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അതിന്റെ ഒരു ഫസ്റ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് VR യൂസ് ചെയ്യാം. ഇപ്പൊ ഡ്രൈവിംഗ് മാത്രമല്ല, അങ്ങനെ പല പല മേഖലകളിൽ നമുക്ക് സിമുലേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ എയർപ്ലെയിൻ സിമുലേഷൻ മുതൽ പല പല കാര്യങ്ങൾക്ക് ഇപ്പൊ സിമുലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഓയിൽ റിഗ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇപ്പൊ ഓയിൽ റിഗ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഓയിൽ റിഗ്സിൽ വരുന്നത്. അപ്പൊ അവിടേക്ക് ഒരാൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് നല്ല പ്രോപ്പർ ട്രെയിനിങ് വേണം. അപ്പൊ VR യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അവിടുത്തെ ഓൺ ഫീൽഡ് ട്രെയിനിങ്സ് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് ഒരു ഫസ്റ്റ് ട്രെയിനിങ് VR ചെയ്തിട്ട് അതിനുശേഷം റിഗില് വർക്ക് ചെയ്യാനും സാധിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ VR ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗെയിമിംഗ് സെക്ടർ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് VR ഇട്ട് കഴിഞ്ഞാൽ VR സ്റ്റോറിൽ ഇടാം. മെറ്റയുടെ സ്റ്റോറിൽ ഇട്ടിട്ട് അത് പെയ്ഡ് ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. സാർ, പിന്നെ ഈ AI-യുടെ ഇൻഫ്ലുവൻസ് VR-ൽ എങ്ങനെയാണ് ഉള്ളതെന്ന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? AI-യുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ആപ്പിലും AI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് VR-ൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു AI അസിസ്റ്റന്റിനോട് സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ VR വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ AI ചാറ്റ് ബോട്ടിനോ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതിന് വരെ നിങ്ങളുടെ മുന്നിൽ നിൽക്കണ പോലെ തോന്നും. അതായത് നിങ്ങളുടെ ഫ്രണ്ട് നിൽക്കണ പോലെ AI ചാറ്റ് ബോട്ടിനെ കാണാൻ പറ്റും. നിങ്ങൾ ആ വേൾഡിൽ തന്നെ ഇമേഴ്സ് ചെയ്യും. മാത്രമല്ല ഇപ്പോ ഈ അടുത്തൊരു ആപ്ലിക്കേഷൻ VR-ന്റെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവില്ല. ഡയറക്റ്റ് ഒരു ഹ്യൂമൻ വന്നിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവില്ല. പകരം ഒരു VR ഹെഡ്സെറ്റ് വെക്കും. അപ്പൊ നമ്മളൊരു വെർച്വൽ HR-നെ കാണും. ആ HR കമ്പനിയിൽ നമ്മൾ പോവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സിറ്റുവേഷൻസ് കൂടി നമ്മളെ ട്രാവൽ ചെയ്യും വെർച്വൽ റിയാലിറ്റിയിലൂടെ. അതിൽ നമ്മളുടെ ഇമോഷൻസ് AI ഉപയോഗിച്ചിട്ട് സെൻസ് ചെയ്തിട്ടാവും നമ്മൾ ഈ ജോലിക്ക് ഫിറ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ AI യൂസ് ചെയ്യാം. ഹലോ സർ. ഹലോ. സർ, ഞാൻ ആക്ച്വലി ഒരു ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ബാംഗ്ലൂരാണ്. സോ സാറ് പറഞ്ഞതുപോലെ ഈ സിമുലേഷൻ സോഫ്റ്റ്വെയർ എനിക്ക് ഒരുപാട് അറിവുകളാണ്. ഈ പറഞ്ഞ ഡ്രോൺ സിമുലേറ്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. സോ ഇതേപോലെ ഞാൻ ഒരു കളരി പഠിക്കുന്ന സ്റ്റുഡന്റാണ്. അപ്പോ എനിക്കും എന്റെ ആശാന് ഒരു പ്ലാൻ ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് കളരിക്ക് ഒരു സിമുലേറ്റർ എന്ന ഒരു ആശയം. സോ അതിന് എന്താ പറയാ, സാറിന്റെ കമ്പനി എന്തുമാത്രം എന്താ പറയാ ഒരു സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യാനും, സോഫ്റ്റ്വെയർ മീൻസ് ഈ ഒരു AI ജനറേറ്റ് ചെയ്യാനും, പിന്നെ അതേപോലെ തന്നെ ഗെയിമിംഗ് ഡെവലപ്മെന്റും എന്തുമാത്രം സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് സാറിന്റെ കമ്പനി എന്തുമാത്രം ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ കോഴ്സ് ഉണ്ടല്ലോ, ഈ കോഴ്സിൽ നിന്ന് ഈ ഒരു ഗെയിം ഡെവലപ്മെന്റ് എന്നുള്ള ഒരു സീക്വൻസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, എന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് മീറ്റിംഗിന് ശേഷം ഒന്ന് സംസാരിക്കാം. ഷുവർ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, പിന്നെ വേറൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഒരു VR ഡെവലപ്പർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരു വരയും കാര്യങ്ങളും ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്കൊരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ടോ? എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് നമുക്ക് എത്താൻ പറ്റും? അത് അതിൽ തന്നെ ഞാൻ കോഡിംഗ് ഒക്കെ താല്പര്യമുള്ള ഒരാൾക്ക് ഇപ്പോ ഒരു ഗെയിം ഇപ്പോ എലീസ ഒരു ഗെയിം ഇപ്പൊ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ആ ഗെയിമിന് 3D ക്യാരക്ടേഴ്സ് വേണം, അതിന് എൻവയറമെന്റ് വേണം, അതിനെല്ലാം ആർട്ടിസ്റ്റിക് കാര്യങ്ങൾ വേണം. പക്ഷെ ഇതിന് ഏറ്റവും വലിയ കാര്യങ്ങൾ ആ ഗെയിംസിലത്തെ ക്യാരക്ടേഴ്സ് ഇന്ററാക്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ ഗെയിംസിലത്തെ കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യണ്ടേ. അതിന് വേണ്ടത് ഒരു കോഡറാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവർ ആണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടത് ഒരു ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആളല്ല വേണ്ടത്. അതിന് വേണ്ടത് ഒരു സോഫ്റ്റ്വെയർ കോഡർ, ആ ഒരു ലെവലിലുള്ള ആളാണ് വേണ്ടത്.
ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഏത് പാർട്ടിലാണ് വർക്ക് ചെയ്യണത് അതിനനുസരിച്ചാണ് വരുന്നത്. സാർ വേറൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ ഡിസൈനർ എന്ന് പറയുന്നതും ഈ പറഞ്ഞ 3D ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണോ? രണ്ട് രീതിയിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് 3D ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ 3D മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗെയിം ഉണ്ടെങ്കിൽ ആ ഗെയിമിലത്തെ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ കാർ റേസിംഗ് ആണ്, അതിന്റെ കാറിന്റെ 3D മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ 3D ഡിസൈനർ എന്ന് പറയും. VR ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെവൽസ് ഒക്കെ ഡിസൈൻ ചെയ്യാന്ന് പറയും. അതിന്റെ ഇന്ററാക്ഷൻസ്, കണക്ഷൻസ്, അതിനൊക്കെ ഡിസൈൻ ചെയ്യണ VR ഡിസൈനർ എന്ന് പറയും. അല്ലെങ്കിൽ SP അതിന്റെ UI UX ഡിസൈൻ ചെയ്യണവരെ VR ഡിസൈനർ എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു കോഴ്സായിട്ട് പഠിക്കുമ്പോഴത്തേന് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ വരയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ തുടക്കം അതെങ്ങനെയാ ചെയ്തു പോകുന്നത്? നമ്മളെ ആ ഒരു കോഡിങ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കുമോ പഠിപ്പിക്കുന്നത്? നമ്മളൊരു കമ്പനിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ തുടക്കം തൊട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുമോ, അതോ നമുക്കൊരു സെക്ഷൻ മാത്രമായിരിക്കുമോ? നമുക്കൊരു സെക്ഷൻ മാത്രമായിട്ടായിരിക്കും. അത് ഡിപ്പെൻസ്. ഇപ്പോൾ ഒരു സെക്ഷൻ മാത്രമായിട്ടായിരിക്കും നമുക്ക് 3D മോഡൽസ്, എക്സിസ്റ്റിംഗ് മോഡൽസ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ 3D ഡിസൈനേഴ്സിന്റെ ഒരു ടീം ഉണ്ടാവും, VR ഡെവലപ്പേഴ്സിന്റെ ഒരു ടീം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് VR ഡെവലപ്പേഴ്സിൽ വർക്ക് ചെയ്യാൻ 3D ഡിസൈനേഴ്സ് 3D മോഡൽസ് സപ്ലൈ ചെയ്യും. നിങ്ങൾ ആ മോഡൽസ് ഉപയോഗിച്ചിട്ട് ഗെയിംസ് ക്രിയേറ്റ് ചെയ്യും, അത് കോഡ് ചെയ്തിട്ട്. അതിപ്പോ നമ്മുടെ ഒരു കമ്പനിയിലല്ല, നമുക്ക് ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു തുടക്കം തൊട്ടേ നമുക്കൊന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ആദ്യം പഠിക്കേണ്ട ഏത് മേഖലയായിരിക്കും? നമ്മള് VR തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 3D ഒക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ടും പഠിക്കാം. ഇപ്പോ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ എല്ലാം ഈ പറഞ്ഞ പോലെ എയുടെ ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 3D മോഡൽ വേണമെങ്കിൽ പോലും ഒരു 3D ആർട്ടിസ്റ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്ന ടെക്നോളജി വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പം പഠിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലയാണെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻ അത് സ്കോപ്പ് ഇല്ല എന്നാണോ സാറ് പറയുന്നത്? അല്ല, എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. അത് വന്നാലും നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇപ്പൊ നന്നായിട്ട് ഒരു ആർട്ടിസ്റ്റിന് പ്രോംപ്റ്റ് ചെയ്യണ പോലെ വേറൊരു കോമൺ മാൻ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽസ് കിട്ടില്ല. അവിടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വരും. എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ AI ഡെവലപ്പ് ആകുമ്പോ എല്ലാവരും പറയുന്നത് ജോലി പോകുന്നൊക്കെ, പക്ഷെ AI ഡെവലപ്പ് ആകുമ്പോൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. AIക്ക് ഡാറ്റ വേണം, എന്നാലാണ് AIക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം. ഇപ്പൊ ChatGPT-യിൽ തന്നെ പ്രോംപ്റ്റ് കൊടുക്കാൻ കൊടുക്കുന്നത് കിട്ടുന്ന ഔട്ട്പുട്ടും നോർമൽ ഒരാൾ കിട്ടുന്ന ഔട്ട്പുട്ടും കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ എല്ലാ മേഖലക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നുവെച്ചാൽ AI ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മുന്നേക്ക് ജോലി സാധ്യത അത് നിന്ന് പോകുന്ന ഒരു കാര്യമല്ല എന്നല്ലേ? അല്ലല്ല. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നതാണോ നമ്മുടെ ഒരു സേഫർ സൈഡ് ഒരു കുട്ടിയെ സംബന്ധിച്ച്? അതൊരു ഇതിലേക്ക് തന്നെ ആദ്യമായി അങ്ങ് ചെല്ലുവാണെങ്കിൽ അതൊരു സേഫ് സൈഡ് ആയിരിക്കുമോ? ഒരു കോഴ്സ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതില് ഒരു സൈഡായിട്ടൊരു VR-ന്റെ കോഴ്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം ചെയ്യുന്നതിനോടൊപ്പം ഈ VR-ന്റെ പസാപ്പിന്റെ പ്രോഗ്രാംസ് പോലുള്ള ഏതെങ്കിലും VR പ്രോഗ്രാംസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കത് VR സ്യൂട്ടബിൾ ആവുന്നുണ്ടോ, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതിനുശേഷം നിങ്ങൾ പതിയെ പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം നിങ്ങൾ ഈ കമ്പനികളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുക, ഇന്റേൺഷിപ്സ് കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്റെ കോണ്ടാക്ട് നമ്പർ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സർ നേരത്തെ പറഞ്ഞ ഒരു അസാപ്പ് എന്ന് പറഞ്ഞില്ലായിരുന്നോ, അവരുടെയും കൂടെ കോണ്ടാക്ട് നമ്പർ നമുക്കൊന്ന് ഷെയർ ചെയ്ത് കിട്ടുമായിരിക്കുമോ?
അത് ഓൾറെഡി ചാറ്റിലുണ്ടല്ലോ. ആ ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. സാറിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് ചാറ്റ് ഇടാമോ? എന്റെ കോൺടാക്ട് നമ്പർ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ വിസിബിൾ അല്ല അല്ലേ? അല്ല കാണാൻ പറ്റുന്നില്ല. കാണുന്നില്ല. ആണോ? ഞാൻ ചാറ്റിൽ ഇടാം. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇമെയിൽ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ കോണ്ടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും ഞാൻ ഇടാം. Thank you, sir. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക്ഡിനിലെല്ലാം ആക്റ്റീവ് ആണ്. Sure. Thank you all. Thank you, Asaf, for providing me this wonderful opportunity. Thank you.